ഹലോ, സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു നാടൻ കറിയാണ്. കുമ്പളങ്ങ തേങ്ങ അരച്ചിട്ടുള്ളൊരു കറി. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കുമ്പളങ്ങ കറി. തനി നാടനാണ്, നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അത്യാവശ്യം ഒരു വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി ഒരു മൺകലത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു തണ്ട് വേപ്പില, പിന്നെ ഒരു പച്ചമുളക് നെടുകെ കീറിയത് അതും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അധികം സമയമൊന്നും വേണ്ടല്ലോ, കുമ്പളങ്ങ പെട്ടെന്ന് വേവുന്നതാണ്. അപ്പോൾ അതിനിടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുഴുങ്ങലരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇളക്കിക്കൊണ്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പം എല്ലാം നല്ലോണം ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഉണക്കമല്ലി ചേർത്ത് കൊടുക്കാം. മല്ലിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മല്ലി ഒന്ന് ചൂടായി എന്ന് കാണുമ്പോൾ ഓഫ് ചെയ്യാം. ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് തേങ്ങയുടെ കൂടെ അരക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് തേങ്ങയുടെ കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് മല്ലിയും അരിയും കൂടെ വറുത്തതാണ്. പിന്നെ അരക്കപ്പ് തേങ്ങ ചിരവിയത്, 2-3 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിനിടയിൽ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളം വറ്റാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിയിൽ ചെറുതായിട്ടൊരു പുളിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വാളംപുളിയാണ് ചേർക്കുന്നത്. ഒരു ചെറിയ പീസ് എടുത്തിട്ട് അല്പം വെള്ളം ചേർത്തൊന്ന് കലക്കിയതിന് ശേഷം അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ അത്രയും മതി ചേർക്കുന്നുണ്ട്. അപ്പോൾ പുളി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കഷ്ണത്തിൻ്റെ കൂടെ ഒരു പകുതി തക്കാളി ചേർത്തിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു 1.5 ടീസ്പൂൺ ചേർത്തു. അതിനുശേഷം ഒന്ന് നോക്കി പുളി പോരാൻ തോന്നിയപ്പോൾ പിന്നെ ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും തിളച്ചാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഗ്രേവി കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഇനി ഇത് വറുത്തിടാം. ആയിട്ട് ഒരു ചെറിയ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഉണക്കമുളകും പിന്നെ വേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ കറി റെഡി ആയിട്ടുണ്ട്. കുമ്പളങ്ങ തേങ്ങ അരച്ച കറി. അപ്പോൾ ഇതിലെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഈ ഉണക്കമല്ലിയും പിന്നെ അതുപോലെ അരി വറുത്തൊക്കെ ചേർത്ത്, അപ്പോൾ ആ ഗ്രേവിക്ക് കുറച്ചും കൂടെ ഒരു തിക്നെസ് വരും അരി വറുത്തതും അതും കൂടെ അരച്ച് ചേർക്കുമ്പോൾ. അപ്പോൾ നമ്മൾ സാമ്പാറിനൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ, അരിയും കൂടെ വറുത്ത് ചേർക്കും ചിലപ്പോൾ. പല രീതിയിലും ചെയ്യും. അപ്പോൾ ഞാനൊക്കെ അങ്ങനെയും ചെയ്യും. അരിയൊക്കെ വറുത്ത് കായും അങ്ങനെയൊക്കെ വറുത്ത് ചേർത്ത് അങ്ങനെയും ചെയ്യാറുണ്ട്. പല വിധത്തിലും ചെയ്യും.
അപ്പോൾ ഇത് നല്ലൊരു സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും. കുറച്ചധികം ചോറ് കഴിച്ചു പോകും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ മെഴുക്ക് പുരട്ടികളാണ്. കാരണം ഈ കറി അത്ര ഒരു എരിവും അതൊക്കെ ഇത്തിരി കുറവാണല്ലോ, തേങ്ങ അരച്ച കറിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും ഒരു മെഴുക്ക് പുരട്ടി പിന്നെ ഒരു ഫ്രൈ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.